ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളിലെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. ആദ്യ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ സ്വീകരിച്ചത് 1637 പത്രികകൾ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 2026 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 2019 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 ധനവിനിയോഗ ബില്ലിന്റെ ചർച്ച രാജ്യസഭയിൽ നടന്നു. സംഭാഷണത്തിലൂടെയും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. युद्ध की शुरुआत के बाद से मैंने पश्चिम एशिया के ज्यादातर देशों के राष्ट्राध्यक्षों के साथ 2 राउंड फोन पर बात की है. हम गल्फ के सभी देशों के साथ लगातार संपर्क में हैं. हम ईरान, इजराइल और अमेरिका के साथ भी संपर्क में हैं. हमारा लक्ष्य डायलॉग और डिप्लोमेसी के माध्यम से क्षेत्र में शांति की बहाली का है. हमने डी एस्केलेशन और हॉर्मुज स्ट्रेट खोले जाने पर भी उनसे बात की है. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും മതിയായ ഇന്ധനശേഖരം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ തല വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. The supply of LPG is affected due to prevailing geopolitical situation, but lot of cargoes have been lined up and no dry out has been reported at the LPG distributorships also. Although yesterday also we observed some panic booking, but the deliveries were normal. We have more than 1 lakh retail outlets and there is normal operation on all the retail outlets. Natural gas, Government of India has been promoting the expansion of PNG connections in the country. LPG വഹിച്ചുകൊണ്ടുള്ള 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തുറന്നതും സുരക്ഷിതവുമായ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ആകെ ആവശ്യമാണെന്നും പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ആഗോളതലത്തിൽ ഊർജ്ജമേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ 4 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഇറാൻ അംബാസിഡർ ഞായറാഴ്ചയ്ക്കകം രാജ്യം വിടണമെന്ന് ലെബനൻ സർക്കാർ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലും പരിസരത്തും കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിന് എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാൻ രാജ്യങ്ങൾക്ക് അധികാരം നൽകുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ മുന്നോട്ട് വച്ച് ബഹ്റൈൻ. പ്രമേയം UN ചാർട്ടറിന്റെ 7ാം അധ്യായത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ നയതന്ത്രജ്ഞരും പിന്തുണച്ചതായാണ് വിവരം. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് നിയമപരമായ അനുമതി ലഭിച്ച ഹരീഷ് റാണ മരണത്തിന് കീഴടങ്ങി. ഇന്ന് വൈകുന്നേരത്തോടെ ഡൽഹി എയിംസിലായിരുന്നു അന്ത്യം. 10 വർഷത്തിലേറെ കാലമായി കോമയിലായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. 6 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 337 പത്രികകളാണ് നിരസിച്ചിട്ടുള്ളത്. ആകെ ലഭിച്ച 2125 നാമനിർദ്ദേശ പത്രികകളിൽ 1637 എണ്ണം സ്വീകരിച്ചു. 2 പത്രികകൾ പിൻവലിച്ചു. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നാണ് സൂക്ഷ്മ പരിശോധന. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 115 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. പരിശോധനയ്ക്ക് ശേഷം 183 പത്രികകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് 113 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വിവിധ മണ്ഡലങ്ങളിലായി 30 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതുവരെ സംസ്ഥാനത്തൊട്ടാകെ 2125 പത്രികകളാണ് ലഭിച്ചത്. 1254 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ ഒരു പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ നമുക്ക് ലഭിച്ച ടോട്ടൽ നമ്പർ ഓഫ് ഫോംസ് 2125, ടോട്ടൽ കാൻഡിഡേറ്റ്സ് 1254. ഇതിന്റെ സ്ക്രൂട്ടിനി ഇന്ന് എല്ലാ 6 അവരുടെ ജില്ലയിൽ അത് നടത്തുന്നുണ്ട്. അതിനുശേഷം വിഡ്രോവലിന് സമയമുണ്ട്. വിഡ്രോവലിന് ശേഷം വാലിഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അത് കണ്ടിട്ടാണ് നെക്സ്റ്റ് ബാലറ്റ് പ്രിന്റിംഗ് ആൻഡ് അതർ പ്രക്രിയ ചെയ്യാൻ പോകുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. എല്ലാ മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ പരസ്യ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിലായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ധനമന്ത്രിയും പാർട്ടി നേതാവുമായ നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ എത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി UDF-നായി നാളെ കോഴിക്കോട് പ്രചാരണം നടത്തും. LDF പ്രചാരണം മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ജോലികൾക്കായി നിയമിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. ഈ മാസം 29 വരെയാണ് പരിശീലനം. ഓരോ പരിശീലന കേന്ദ്രത്തിലും ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റിനുള്ള ഫോം 12 പൂരിപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. ആദ്യ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ സ്വീകരിച്ചത് 1637 പത്രികകൾ. സംസ്ഥാനത്തെ വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.